മിറർ ഇക്വേഷൻ ആകുമ്പോൾ 1/f is equal to 1/v plus 1/u ആണ്. ലെൻസ് ഇക്വേഷൻ ആകുമ്പോൾ 1/f is equal to 1/v minus 1/u ആണ്. ഈ ഇക്വേഷന് പകരം നമുക്ക് uv by u minus vu ഉപയോഗിക്കാം. മിറർ ഇക്വേഷൻ നിങ്ങൾ തിരിച്ചായിരിക്കും പഠിച്ചത്. ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്ലസ് മൈനസ് വ്യത്യാസം മാത്രം ആലോചിച്ചാൽ മതി. മിററും ലെൻസും തമ്മിൽ ലെൻസ് ആകുമ്പോൾ മൈനസ് വരും, മിറർ ആകുമ്പോൾ പ്ലസ് ആകും. 1/f is equal to 1/v plus 1/u. ഈ 1/v plus 1/u 1/u plus 1/v ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. പക്ഷെ മൈനസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചിടാക്കൂല, ഓർഡറിന് പ്രാധാന്യം. ഓക്കെ, 1/f is equal to 1/v minus 1/u തന്നെ പഠിക്കും. അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. എഫ് ഫോക്കസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് പഠിച്ചു വെച്ചിരുന്നാലും മതി. എഫ് is equal to uv by u minus v പഠിച്ചാലും മതി, അത് ഓക്കെ ആണ്. ഓക്കെ, then അടുത്ത ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കൊടുത്തേക്കുന്ന. ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ, നിങ്ങൾ ചെയ്ത് നോക്കുക. പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യും. The focal length of a concave lens is 20 cm. ഒരു കോൺകേവ് ലെൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ലെൻസ് ഏതാ? കോൺകേവ് ആണ്. കോൺകേവ് ഇതാ ഉള്ളിലോട്ട് കുഴിഞ്ഞ ലെൻസ് ആണ്, പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ലെൻസ് അല്ല. ഇതാ ഇങ്ങനെ ഈ ടൈപ്പ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. അപ്പൊ ഈ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എങ്ങനെയാ? ഏത് സൈഡിൽ വരും? റൈറ്റ് സൈഡിൽ വരുമോ ലെഫ്റ്റ് സൈഡിൽ വരുമോ? ഓർമ്മയുണ്ടല്ലോ, കോൺകേവ് ലെൻസ് അതായത് ഡൈവർ ചെയ്ത് പോകുന്ന ലെൻസ് അല്ലേ. നമ്മൾ പിറകിലോട്ടൊക്കെ വരച്ചല്ലേ ഫോക്കസ് പറഞ്ഞത്. ഫോക്കസ് എവിടെ വരും? ലെഫ്റ്റ് സൈഡിൽ വരും ഫോക്കസ്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസിന് ഫോക്കസ് ലെഫ്റ്റ് സൈഡിലാണ്. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 20 cm. അപ്പോഴേ മനസ്സിൽ വരേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഫോക്കൽ ലെങ്ത് എത്ര? -20 cm. കണ്ട, കാർട്ടീഷ്യൻ ചിഹ്ന രീതിയാണ്, സൈൻ കൺവെൻഷൻ ആണത്. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 30 cm. ഞാൻ പറഞ്ഞു ഒബ്ജക്ട് എപ്പോഴും ഇടത് ഭാഗത്താണ് വയ്ക്കുന്നത്, സോ അത് മൈനസ് ആയിരിക്കും. u - 30. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫോണ്ട്. ഏതാ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഉണ്ട്, യു ഉണ്ട്. ഇമേജ് ഡിസ്റ്റൻസ് അതായത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ ഇടുക. ലെൻസ് ഇക്വേഷൻ അനുസരിച്ച് 1/f is equal to 1/v minus 1/u. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇമേജ് ആണ്. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തതെന്ന് അറിഞ്ഞൂടാ. സോ കണ്ടുപിടിക്കേണ്ട സാധനത്തിന് നമ്മൾ ചിഹ്നം കൊടുത്തോളായിരുന്നു. നമ്മളെ ഉള്ള കാര്യങ്ങൾക്കേ ചിഹ്നം കൊടുക്കാവൂ. കണ്ടുപിടിക്കാനുള്ള സാധനം നിങ്ങൾക്ക് എത്രയാണെന്നൊക്കെ അറിയാം, ഇന്ന ചിഹ്നം വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ കൂടി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന അൺനോൺ ഏതാണോ, അറിഞ്ഞൂടാത്ത ഏതാണോ, അതിനൊരിക്കലും ഒന്നും കൊടുക്കരുത്, ചിഹ്നം കൊടുക്കരുത്. നമ്മളിലുള്ളതിന് ചിഹ്നം കൊടുത്ത് കണക്ക് ചെയ്യുക. 1/f is equal to എഫിന് വരെ എത്ര കൊടുത്തു? -20. വിക്ക് അറിഞ്ഞൂടാ, -1/30. കണ്ടടേ. ഇനി ഈ വി അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ വി അവിടെ നിർത്തിയിട്ട് -1/30 അപ്പുറത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഈ ഇക്വേഷൻ തിരിച്ചെഴുതി. അപ്പൊ 1/v ലെഫ്റ്റ് വന്നു, ഇത് അപ്പുറത്ത് കൊണ്ടുപോയില്ലേ. അപ്പൊ ആൻസർ എന്ത് വന്നു? -1/30 എന്നുള്ളത് ഇവിടെ -1/-30 എന്നുള്ളത് ഈ മൈനസ് മാറി പ്ലസ് ആയി. അതാണ് ഇവിടെ പ്ലസ് ആയത്. 1/-20 അത് കണക്ക് തന്നെ. 1/-20 പ്ലസ് 1/-30 എന്നായി. മാത്സ് ഒക്കെ ചെയ്യാറുള്ളവർക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ചെയ്താൽ മതി. നിങ്ങളേതായ രീതിയിൽ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഇവിടെ 1/a പ്ലസ് 1/b എന്നുള്ളത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? ക്രോസ് ആയിട്ടൊക്കെ ചെയ്തു വരുമ്പോൾ -1/12 വന്ന് കിട്ടും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താലേ v ആവും. കണ്ടോ, ഇത് 1/v ആണ്, തിരിച്ചിടണം. അപ്പൊ v/1 ആകുമ്പോൾ ഇവിടെ 12/-1 എത്രയാണ്? -12 സെന്റിമീറ്റർ എന്നുള്ളത് ആൻസർ ആയി. അപ്പൊ -12 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇമേജ് ഏത് സൈഡിൽ തന്നെ കിട്ടും? ഒബ്ജക്റ്റ് വെച്ച് അതേ സൈഡിൽ തന്നെ, ഇടത് ഭാഗത്ത് തന്നെ കിട്ടും എന്നാണ് അർത്ഥം. 12 സെന്റിമീറ്റർ ഇടതോട്ട്, പിയിൽ നിന്ന് 12 സെന്റിമീറ്റർ ഇടത് ഭാഗത്തോട്ടാണ് കിട്ടിയെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കോൺകേവ് ലെൻസ് അല്ലേ. അപ്പൊ ഇമേജ് കിട്ടുന്ന ഏത് സൈഡിലായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ അതിൽ കാണും. സോ നിങ്ങൾക്കത് തെറ്റിയില്ല എന്ന് അപ്പോഴും തന്നെ നമുക്ക് ഇവിടെ പ്ലസ് കിട്ടിയാൽ മനസ്സിലാക്കിക്കോളൂ നമ്മൾ ചെയ്തത് തെറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കട്ടെ, മാഗ്നിഫിക്കേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, മിററിന്റെ പാഠത്തിലും പറഞ്ഞു. മാഗ്നിഫിക്കേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ അഥവാ അനുപാതത്തിനെ വിളിക്കുന്ന പേരാണ്
മാഗ്നിഫിക്കേഷൻ. ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. റേഷ്യോ മീൻസ് അനുപാതം. എന്തിന്റെ ഉയരമൊക്കെയാണ്? പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതം. HI/HO നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. ഇക്വേഷൻ എന്താണ്? M ആണ് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ, HI/HO എന്ന് കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു അതിനൊരു ഇക്വേഷൻ ഉണ്ട്, -V/U. ഓർമ്മയുണ്ടോ? മാഗ്നിഫിക്കേഷന് വേറൊരു ഇക്വേഷൻ ഉള്ളത് -V/U എന്ന്. ഇവിടെ വരുമ്പോൾ അത് മൈനസ് അല്ല, കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ മൈനസ് വേണ്ട, എന്തെടുക്കണം? +V/U അല്ലെങ്കിൽ വെറും V/U എന്ന് മാത്രം മതി. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ തരുന്ന ഡാറ്റ എന്തുവാ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തുവാ? ആ ഇമേജ് ഒബ്ജക്റ്റിനെക്കാളും എത്ര വലുതാണ്, എത്ര ഇരട്ടി, ഇത്ര മടങ്ങ് വലുതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണ് എന്ന് കാണിക്കുന്നത് ടേം ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടേം ആണ് എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, M = V/U ആണ് ഇക്വേഷൻ. M = V/U. ദെൻ ഇറക്റ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ, അതായത് നിവർന്ന പ്രതിബിംബം ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവും, തലകീഴായിട്ടുള്ള പ്രതിബിംബം ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തലകീഴായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ നമ്മൾ ഹൈറ്റിലാക്കുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് വരത്തില്ലേ? ആ നെഗറ്റീവ് ആണ് മാഗ്നിഫിക്കേഷനിലും കാണുന്നത്. അതുകൊണ്ടാണ് ആൻസർ നെഗറ്റീവ് വരുന്നത്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. When an object of height 3 cm is placed at a distance of 30 cm from a lens, a real image is formed distance of 60 cm. Find the height of the image. തന്നേക്ക് നോക്കും, ഏത് ലെൻസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ തന്നേക്കുന്ന ഡാറ്റ അനുസരിച്ച് ചെയ്യാവും. When an object of height 3 cm is placed at a distance of 30 cm from a lens. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് എന്താ? 30 സെന്റിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചത്, വസ്തു വെച്ചത് അല്ലെ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഒരിക്കലും തലകീഴായിട്ട് പറയത്തില്ല. അതുകൊണ്ട് തന്നെ ആ HO എന്ന് പറയുന്നത് +3 സെന്റിമീറ്ററും U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇടതോട്ടായതുകൊണ്ട് -30 സെന്റിമീറ്റർ എന്ന് പറയാം. ഇനി എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് കണ്ടോ? ഇവിടെ നിന്നാണ് ആലോചിക്കാൻ. റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏത് മാത്രമാണ്? കോൺവെക്സ് ലെൻസ് മാത്രമാണ്. കോൺകേവില് റിയൽ ഇമേജേ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്ററിൽ റിയൽ ഇമേജ് ഉണ്ടായിരുന്നു. അതുപോലെ റിയൽ ഇമേജ് ഉണ്ടാവുന്നത് ഒരിക്കലും മിററിന്റെ ഇടത് ഭാഗത്ത് വരും, ലെൻസിന്റെ ഇടത് ഭാഗത്ത് വരുമോ? ഈ ലെൻസിന്റെ ഇടത് ഭാഗത്തോടെ റിയൽ ഇമേജ് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് റൈറ്റ് സൈഡിലേ വരൂ. അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ +60 കൊടുക്കണം, -60 അല്ല, +60 കൊടുക്കണം. സോ ആൻസർ എന്ത് വരും? H = 3 സെന്റിമീറ്റർ. HI അറിഞ്ഞൂടാ, അതാണ് കണ്ടുപിടിക്കാവുന്നത്. സോ നമ്മൾ മാഗ്നിഫിക്കേഷന്റെ HI/HO എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ അറിഞ്ഞൂടാ ചെയ്യാൻ പറ്റത്തില്ല. 3 അക്ഷരങ്ങളുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ 2 അക്ഷരത്തിന്റെ വാല്യൂ എങ്കിലും അറിയണ്ടേ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. M = V/U ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കും, എന്നിട്ടേ നമ്മൾ ഈ ഇക്വേഷനിൽ HI/HO എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് പോകും. അപ്പൊ M = V/U എന്ന് പറഞ്ഞ ഇക്വേഷനിൽ വിയുടെ വാല്യൂ അറിയാം 60, U -30, ആൻസർ -2. കണ്ട, ഇൻവെർട്ടഡ് ഇമേജ് അല്ലേ? ഇൻവെർട്ടഡ് ഇമേജ് ആണ് -2 എന്നത്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ തലകീഴായിട്ടുള്ള ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്, പ്രതിബിംബമാണ്. M = HI/HO ഈ വാല്യൂ ഇട്ടാ എമ്മിന് പകരം എത്ര കൊടുക്കാം? -2. HIക്ക് പകരം എന്ത് കൊടുക്കാം? എത്രയുടെ 3 സെന്റിമീറ്റർ അല്ലേ? അല്ലേടെ HI അറിഞ്ഞൂടല്ലേ, സോറി, HI അറിഞ്ഞൂടാ. HOക്ക് പകരം എത്ര കൊടുക്കാം? 3 കൊടുക്കാം. സോ ആൻസർ എത്ര വന്നു? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അല്ലേ? സോ ആൻസർ -2 ഇൻറ്റു 3 - 6. അതിന്റെ നെഗറ്റീവിടെ മാറി 6 സെന്റിമീറ്റർ ആയിട്ട് വരും. ആൻസർ 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ഭാഗം പവർ ഓഫ് എ ലെൻസ് ആണ്. പവർ ഓഫ് എ ലെൻസ്, ഒരു ലെൻസിന്റെ പവർ. അപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു ടേം വരുന്നത്, പവർ എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ വർക്ക് എനർജി
അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അവിടുത്തെ പവർ വേറെ, ഇത് വേറെ കേട്ടോ. ആ പവറിന്റെ യൂണിറ്റ് വാട്ടൊക്കെയാണ്, വാട്ട്. അത് മെഷീന്റെ പവറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, എനർജി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ടേമാണ്. എനർജി വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുമ്പോൾ അതിലോട്ടൊന്നും പോകരുത്. ലെൻസിന്റെ പവറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൈമില്ലേ പവർ എന്ന് പറയുന്നത്. ലെൻസിന്റെ പവർ, കണ്ണാടിക്കൊക്കെ ലെൻസിന്റെ പവർ പറയത്തില്ലേ, ആ ഒരു പവറാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡോക്ടറെ കണ്ടപ്പോൾ അതിനകത്തുള്ള പ്രിസ്ക്രിപ്ഷനിൽ +2D എന്ന് എഴുതിയിരുന്നു. അതിന്റെ പവറാണ്, ആ സ്പെക്ടക്കിൾസിന്റെ പവറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പവർ? ഫിസിക്സിൽ എങ്ങനെയാണ് ലെൻസിന്റെ പവർ പറയുന്നത്? അത് ആക്ച്വലി ഇത് ഈ പവർ എന്ന് പറഞ്ഞിട്ട് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലാണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് മുതൽ പി വരെയുള്ള അകലത്തിൽ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ നമുക്ക് P = 1/f. ഈ ഫോക്കൽ ലെങ്തിനെ നമ്മൾ ആദ്യം ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീറ്ററിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, ഫോക്കൽ ലെങ്തിനെ ആദ്യം എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് മാറ്റണം, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലെൻസിന്റെ പവർ എന്ന് പറയും. ഓക്കെ, അതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഡയോപ്റ്റർ എന്നാണ്, റെപ്രസെന്റ് ചെയ്യുന്നത് D ആണ്. ഓക്കെ, അപ്പൊ ഡയോപ്റ്റർ എന്നാണ് യൂണിറ്റ്, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ D ആണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരേണ്ട എന്താണ്? ജസ്റ്റ് ഫോക്കൽ ലെങ്തിന്റെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ മതി, വിൽക്രമം എടുത്താൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ വിൽക്രമം. ഫോക്കൽ ലെങ്തിന്റെ വിൽക്രമമാണെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഫോക്കസ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ = 1/f. പവർ = 1/f. Then ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ലെൻസ് ഫോക്കൽ ലെങ്ത് എത്രയാ? +25 സെന്റിമീറ്റർ. അവിടെ ഇതിന്റെ പ്ലസ് മൈനസ് നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും ഏത് ലെൻസ് ആണ്. ഇത് ഏത് ലെൻസാ? +25 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് പ്ലസ് ആവണമെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കണം? ഫോക്കൽ ലെങ്ത് പ്ലസ് ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കണം? കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വാല്യൂ. എന്തിന്റെ വാല്യൂ? ഫോക്കൽ ലെങ്തിന്റെ വാല്യൂ. ഇപ്പൊ ഈ ഫോക്കൽ ലെങ്തിന്റെ സൈൻ തന്നെയായിരിക്കും ആർക്കും വരുന്നത്, വേറെ ക്വാണ്ടിറ്റി ഒന്നും വരുന്നില്ല അതിൽ. അതുകൊണ്ട് ഫോക്കൽ ലെങ്തിന്റെ വാല്യൂ തന്നെ, അല്ലെങ്കിൽ സൈൻ തന്നെ ആയിരിക്കും പവറിന്റെയും സൈൻ. അതായത് കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഈ സെന്റിമീറ്ററിൽ കിടക്കുന്ന ഫോക്കൽ ലെങ്തിനെ എന്താക്കണം? മീറ്റർ ആക്കണം. അങ്ങനെ മീറ്റർ ആക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എന്തോന്ന്? സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ആൻസർ എത്ര വരും? 0.25. 25 സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലാക്കുമ്പോൾ 0.25 മീറ്റർ. അതിന്റെ ഇൻവേഴ്സ് എടുക്കണം. 1/0.25. എത്ര കിട്ടും ആൻസർ? 1/0.25. ഈ 0.25ന്റെ പോയിന്റ് മാറ്റാൻ വേണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കാം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.25നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിട്ട് മാറും? 25. 0.25നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 ആവും. മുകളിൽ അതേ 100 കൊണ്ട് ഗുണിക്കണം. ആൻസർ എത്ര വരും? 100/25 എത്രയുടെ? 100/25 എത്രയാണ്? ഞാൻ ഇടതോട്ടാണ് 4 ഡയോപ്റ്റർ. ഇത് പ്ലസ് ആയതുകൊണ്ട് ആൻസർ +4D എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് അതിന്റെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഈ 25 സെന്റിമീറ്ററിനെ എന്താക്കണം? മീറ്ററിലോട്ട് മാറ്റണം. ആൻസർ എത്ര? 0.25 മീറ്റർ ആവും. പിന്നെ 1/0.25 ചെയ്താൽ മതി. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്.
അത് മാറ്റാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു, മുകളിൽ താഴെയും ഗുണിക്കുമ്പോൾ മുകളിൽ 100 താഴെ 25, ആൻസർ +4D. ഓക്കെ, അത് വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ തിരിച്ച് പവർ തന്നിട്ട് ഫോക്കൽ ലെങ്ത് കാണാൻ പറഞ്ഞാൽ ഇത് തന്നെ. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം. ആ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ മീറ്ററിലാണെന്ന് കൂടെ ആലോചിച്ചോണം. ഓക്കെ, ഇപ്പൊ 2D എന്ന് കഴിഞ്ഞാൽ 1/2 ആണ് അവിടുത്തെ ഫോക്കൽ ലെങ്ത് 0.5. ആ 0.5 എന്ന് പറയാൻ മീറ്റർ ആയിരിക്കും, 50 സെന്റിമീറ്റർ ആണ് എന്ന് ആലോചിച്ചോണം. ഓക്കെ, സെന്റിമീറ്ററിലല്ല നമുക്ക് ആൻസർ തിരിച്ച് കിട്ടുന്ന. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പവർ എന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തിലല്ല, സെന്റിമീറ്ററിലല്ല മീറ്ററിലായിരിക്കും. സെന്റിമീറ്ററിലാണ് വേണ്ടെങ്കിൽ നമ്മൾ 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, കൂടുതൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫോക്കൽ ലെങ്ത് തന്നിട്ട് പവർ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പവർ അറിയാവുന്ന കണ്ണാടിക്ക് നിങ്ങൾക്ക് പവർ അറിയാമെങ്കിൽ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിന് അടുത്തത് ലാസ്റ്റ് പാർട്ട് അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫെറിക് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ അപവർത്തനം എന്ന് മലയാളത്തിൽ പറയും. അന്തരീക്ഷ അപവർത്തനം ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരേ സ്പീഡിൽ പോകുന്നതാണ് അർത്ഥം. പേരിൽ മാത്രമല്ല, നമ്മൾ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും വായുവിന്റെ അളവ് എന്തല്ല, ഒരേപോലെ അല്ല. അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓരോന്നിന്റെയും ഓരോ വാതകത്തിന്റെയും അളവ് വ്യത്യാസപ്പെടുന്നുണ്ട്. മുകളിലോട്ട് പോകുന്തോറും ആ വാതകത്തിന്റെ അളവൊക്കെ കുറവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡ് ഓരോ പാളിയിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം കാരണം ലൈറ്റ് റിപ്പീറ്റഡ് ആയിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കും, അഥവാ അപവർത്തനം സംഭവിക്കും. ലൈറ്റിന് ഈ മീഡിയം ഇങ്ങനെ മാറി മാറി പെട്ടെന്ന് വരുന്നതുകൊണ്ട് ലൈറ്റിന്റെ പാത്ത് എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. ലൈറ്റിന്റെ പാത ആവർത്തിച്ച് എന്ത് ചെയ്യൂടെ, റിഫ്രാക്ഷൻ സംഭവിക്കും. ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് വഴിയാണ് നമ്മുടെ ഈ ഒറിജിനലായിട്ടുള്ള പ്ലേസ് നിന്ന് വളരെ മാറിയാണ് നമ്മൾ കാണുന്ന സ്റ്റാർസ് ഉള്ളത്. യഥാർത്ഥത്തിൽ സ്റ്റാർസിന്റെ പ്ലേസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നക്ഷത്രങ്ങളെ കാണുന്നത് യഥാർത്ഥത്തിലുള്ള പ്ലേസിൽ നിന്ന് വളരെ മാറിയാണ്. മാറിയ ആ ഒരു കാഴ്ചയ്ക്ക് കാരണം എന്താണ്, നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള വിവിധ ലേയേഴ്സ് ആണ്, ലേയേഴ്സ് ഓഫ് എയർ ആണ്. എയർ എല്ലായിടത്തും, നമ്മൾ വായു എന്ന് പറയുന്നെങ്കിൽ എല്ലായിടത്തും ഒരേ ഡെൻസിറ്റി അല്ല. അതുകൊണ്ട് തന്നെ മീഡിയങ്ങൾ പല മീഡിയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് പോകുന്നത് പല സ്പീഡിലാണ്. സോ റിഫ്രാക്ഷൻ സംഭവിക്കും, എല്ലാ ലെയറിലും റിഫ്രാക്ഷൻ സംഭവിച്ച് യഥാർത്ഥ സ്റ്റാർ നിൽക്കുന്നതിന് വളരെ മാറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറിനെ കാണുന്നത്. അപ്പൊ ഈ ഒരു മാറ്റമാണ് ആക്ച്വലി നമ്മൾ ടിംഗ്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോളണം, ചോദിക്കുകയും ചെയ്യും. എന്താണ് സ്റ്റാർസ് മിന്നിത്തിളങ്ങാനുള്ള കാരണം? അതിന്റെ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കണേ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, ലൈറ്റ് കമ്മിങ് ഫ്രം ഡിസ്റ്റന്റ് സ്റ്റാർസ്, ദൂരെ നിന്നുള്ള നക്ഷത്രങ്ങൾ പാസസ് ത്രൂ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് എയർ, എയറിന്റെ വ്യത്യസ്ത ലെയറുകളിലൂടെ, വ്യത്യസ്ത പാളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈച്ച് ലേയേഴ്സ് ഡിഫർ ഫ്രം ദ അതർ ഇൻ ദയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. എന്താണ്, ആ ലൈറ്റിന്റെ വെലോസിറ്റിയെ സ്വാധീനിക്കാൻ എത്രത്തോളം ഒരു മാധ്യമത്തിന് കഴിയും, അതാണ് അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അത് ഓരോ ലെയറിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കും, സക്സസീവ് ആയിട്ടുള്ള അടുത്തടുത്ത് എന്ത് നടക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ ദൂരെ നിന്നുള്ള ഗ്രേറ്റർ ഡിസ്റ്റൻസ് നിന്ന് വരുന്ന ഒരു പോയിന്റ് സോഴ്സ് എന്ന് വരുന്ന, ദൂരെ നിന്ന് പോയിന്റ് സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൂരെ എത്ര വലിയ നക്ഷത്രമാണെങ്കിലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു പോയിന്റ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്റ്റാർസിനെ, ദൂരെ നിന്ന് വരുന്ന ആ ഒരു സ്റ്റാർസിന്റെ ലൈറ്റ് ഇങ്ങനെ സക്സസീവ് ആയിട്ട് റിഫ്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യും, പല സ്ഥലത്തു നിന്ന് വരുന്നതായിട്ട് തോന്നും. ഓരോ റിഫ്രാക്ഷൻ കഴിയുമ്പോഴും നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതകൾ കൊണ്ട് അതൊരു ടിംഗ്ലിംഗ് ആയിട്ട്, ഒരു മിന്നിത്തിളക്കമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പൊ ആ ഫിഗർ ഒന്ന് നോക്കുക. ആ ഫിഗറിൽ ക്ലിയർ ആയിട്ട് ആ ഒരു റിഫ്രാക്ഷന്റെ ആ ഒരു
ഓരോ ലെയറിലുള്ള റിഫ്രാക്ഷൻ്റെ ആ ഒരു രീതി കാണിക്കുന്നുണ്ട്. ആ പ്ലേസ് വേർ ഇറ്റ് സീൻ കണ്ടോ, സ്റ്റാർ യഥാർത്ഥത്തിൽ കാണുന്ന ഡയറക്ഷനും അല്ല നമ്മൾ കാണുന്ന ഡയറക്ഷനും യഥാർത്ഥത്തിലുള്ള ഡയറക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അതിനകത്ത് കാണുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് ഫിഗേഴ്സ് ഒന്നും നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലും കാണുന്നത്. അഥവാ രണ്ട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫാണ് അതിനകത്ത് ഉള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ആ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്, അന്തരീക്ഷത്തിലുള്ള എയറിന്റെ പാളികൾ അല്ലെങ്കിൽ ലേയേഴ്സ്, അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത, അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, റിപ്പീറ്റഡ് ആയിട്ട് റിഫ്രാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരെ നിന്നുള്ള സ്റ്റാർസ് എന്ന് പറഞ്ഞ ലൈറ്റ് കറക്റ്റ് നമുക്ക് ഡയറക്റ്റ് നേരെ പാത്ത് ഡീവിയേഷൻ ഇല്ലാതെ, പാതയ്ക്ക് വ്യതിയാനം ഇല്ലാതെ കാണാനായിട്ട് പറ്റത്തില്ല. അത് വളഞ്ഞായിരിക്കും ആ റേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിന്റെ പ്രത്യേകതയുടെ കൊണ്ട് അത് പല പല ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതൊരു മിന്നിത്തിളക്കമായിട്ട് അല്ലെങ്കിൽ ടിംഗ്ലിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സ്റ്റാർസ് എന്ത് ചെയ്യുന്നില്ല, മിന്നുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ എൻ്റെ ആകുകയാണ്. പിന്നെ അതിനകത്ത് എക്സസൈസേ ഉള്ളൂ. അത് നിങ്ങൾ ഇത്രയും പഠിച്ച വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നമ്മുടെ സാറിന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് ചോദിക്കുക. നമുക്ക് എക്സസൈസസ് ആയിട്ട് പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സെക്ഷൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് ഒരു വലിയ പാഠമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് നിങ്ങൾ ഇത് പഠിച്ചാലേ പറ്റൂ. ഓക്കെ, ഇനി ഇത് ഒപ്റ്റിക്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത ചാപ്റ്ററും. ഈ ഒരു 2 ചാപ്റ്റർ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക, റിഫ്രാക്ഷനും റിഫ്ലക്ഷനും. ഓക്കെ, താങ്ക്സ്.